ചില ചോദ്യങ്ങൾ കൂടി ഉയർത്താതെ ഈ കുറിപ്പ് പൂർണ്ണമാകില്ല. പേട്രിയാർക്കി ചിത്രീകരിച്ച സിനിമകളാണോ ഇവിടെ പുരുഷ മേധാവിത്വം സൃഷ്ടിച്ചത്? ലൈംഗിക അതിക്രമങ്ങളും ബലാത്സംഗ സംസ്കാരവും ഇവിടെ സിനിമകൾ ഉൽപ്പാദിപ്പിച്ചെടുത്തതാണോ? രാഷ്ട്രീയ പാർട്ടികളെ ഗ്രസിച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്ര ജീർണതയും ഭരണകൂടങ്ങളെ ബാധിച്ചിരിക്കുന്ന അഴിമതിയും സിനിമ കാരണമാണോ? ലോകത്ത് പലയിടത്തും രൂപപ്പെട്ടുവരുന്ന ന്യൂ നാസി, ന്യൂ ഫാഷിസ്റ്റ് താൽപ്പര്യങ്ങളും തീവ്ര വംശീയതയും പ്രതിഫലിപ്പിക്കുന്ന, ഇന്ത്യയിലെ മറ്റിടങ്ങളിലെ പോലെ കേരളത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയവും അത് നിർവഹിക്കുന്ന സാമൂഹ്യ അതിക്രമങ്ങളും സിനിമ ഉൽപ്പാദിപ്പിച്ചതാണോ? എത്രയോ കാലമായി എത്ര സ്ത്രീധന മരണങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷിയായി. ഇതും സിനിമയുടെ ചുമലിൽ. മന്ത്രവാദവും ആഭിചാര കർമ്മങ്ങളും കൂടി വരുന്നു. അതുമായി ബന്ധപ്പെട്ട കൊലകളും. ഇതിനും സിനിമയെ പഴിക്കുമോ? പ്രേമ തകർച്ചയിൽപ്പെട്ടവർ പ്രതികാരം നിർവഹിക്കുന്നത്, ആസിഡ് അറ്റാക്ക് ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നു. ഇതെല്ലാം സിനിമ ഉൽപ്പാദിപ്പിച്ചതാണോ? കുട്ടികൾക്കോ മുതിർന്നവർക്കോ മനോവൈകല്യം ഉണ്ടെന്ന് കണ്ടാൽ പുറത്തു പറയാനും വേണ്ട പരിചരണം കൊടുക്കാനും മടിക്കുന്ന സമൂഹം തന്നെയാണ് ഇപ്പോഴും നമ്മുടേത്. മാതാപിതാക്കന്മാർക്ക് കുട്ടികളുടെ മേലുള്ള അധികാരം കൊഴിഞ്ഞ് ഇല്ലാതായി പോകുകയും കുട്ടികൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒറ്റപ്പെടലിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെ എത്ര പേർ അപഗ്രഥിക്കുന്നുണ്ടാകും? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പണ്ടുകാലത്തുണ്ടായിരുന്നതുപോലെ ഇപ്പോൾ കുട്ടികളുടെ മേൽ മാതാപിതാക്കന്മാർക്ക് അത്രത്തോളം അധികാരമില്ല, അല്ലെങ്കിൽ അത്രത്തോളം. ഞാൻ അടുത്ത് UK ഒരാളുടെ ഒരു കഥ കേട്ടു. അയാൾ ഈ ലേറ്റ് നൈറ്റ് താമസിച്ചു വന്ന മകളോട് നീ എന്തുകൊണ്ട് ലേറ്റായി വന്നു എന്ന് ചോദിക്കുകയും അവൾ അതിന് വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള എന്തോ മറുപടി കൊടുത്തു. അപ്പോൾ ഈ കുട്ടിയെ അടിച്ചു. അവൾ നേരെ പോയിട്ട് പോലീസിനെ വിളിച്ചു പറഞ്ഞു. പോലീസുകാർ വന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് പോയി. അപ്പോൾ അതേ രീതിയിൽ ഇത് തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ കുട്ടികളൊക്കെ കാണുന്നത്. ഇങ്ങനെ ഒരു പവർ എനിക്കുണ്ട്, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ അടിക്കാനോ എന്നെ ശാസിക്കാനോ ഉള്ള അധികാരമില്ല, ഞാനൊരു ഇൻഡിവിജ്വലാണ്. ഒരു പരിധിവരെ അതൊരു തരം തിരിച്ചറിവാണ്. പക്ഷേ ഈ തിരിച്ചറിവ് മാതാപിതാക്കൾക്ക് കുട്ടികളിലുള്ള സ്വാധീന ശക്തിയെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ സ്വാധീനം നഷ്ടപ്പെടുന്നതിലൂടെയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ഡ്രഗ്സിൻ്റെയും ആക്രമണങ്ങളുടെയും ഒക്കെ ഒരു ഇൻറ്റൻസിറ്റി കൂടുന്നതിൻ്റെ വൺ ഓഫ് ദി റീസൺസ് എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ദേവേട്ടൻ്റെ അഭിപ്രായം? എന്താണ്? ഇപ്പോൾ ആദ്യം ചോദ്യം സിനിമയെ മാത്രം എന്നിട്ട് കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ആദ്യത്തെയും ആത്യന്തികവുമായ ചോദ്യം അത് തന്നെയാണ്, എന്തുകൊണ്ട് സിനിമയെ മാത്രം? അതെ, അത് പറയാം. എന്താണെന്ന് വെച്ചാൽ സിനിമ വളരെ ജനകീയമായിട്ടുള്ള ഒരു കലയാണ്. സിനിമ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലെയും, അതായത് നമ്മുടെ ചോറും കറിയും എന്ന് പറയുന്ന പോലെ മറ്റൊരു വിഭവമാണ് നമ്മുടെ സിനിമ. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനുള്ള സ്വീകാര്യത എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പണ്ട് പോലെ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു പട്ടി മനുഷ്യനെ കടിച്ചാൽ അത് വാർത്തയല്ല, പക്ഷേ ഒരു മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ അത് വാർത്തയാണ്. നമ്മൾ പത്രവാർത്തകളിൽ കാണുന്ന ഇപ്പോൾ സോഹൻ നേരെ കൂട്ടിയത് പല പല സംഭവങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, അല്ല സമൂഹത്തിൽ മൊത്തമായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല അതൊന്നും. ഇപ്പോൾ ഈ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല ഒറ്റപ്പെട്ടത് എന്നുള്ള വാക്ക് അല്ല, അതുകൊണ്ടാണല്ലോ അത് വാർത്തയാവുന്നത്. പക്ഷേ ആ വാർത്ത എടുത്തിട്ടാണ് ഒരു സിനിമ ഒരു പെക്യൂലിയർ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോഴാണ് അതിനെ സിനിമയാക്കി മാറ്റുന്നത്. സിനിമയാക്കി മാറ്റുന്നതോടുകൂടി അതിനെന്തോ ഒരു ജനകീയ അംഗീകാരം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, പണ്ടൊക്കെ മോശമായിട്ട് ചെയ്യുന്ന ഒരാളെ ഈ സമൂഹം വിമർശിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അതിനെയും വേറൊരു കണ്ണിൽ കൂടെ നോക്കിക്കാണുന്നു. അവനങ്ങനെ ചെയ്തു, വലിയ കുഴപ്പമില്ല എന്നുള്ള ലൈനിലാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഈ ഗ്ലോറിഫിക്കേഷൻ നിർത്തണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിന് സിനിമയ്ക്കൊരു പങ്കുണ്ട്. ആ ഗ്ലോറിഫിക്കേഷൻ നിർത്തുക. ഈ പാശ്ചാത്യ സമൂഹത്തെ കഴിഞ്ഞ 10-30 വർഷം ജീവിക്കുകയും അവിടെ ഒരു മോളെ വളർത്തുകയും ഒക്കെ ചെയ്തൊരു അച്ഛനും കൊണ്ടാണ് ഞാൻ. അപ്പോൾ അവിടെ ഒരിക്കൽ പോലും എൻ്റെ മോളെ അടി കൊടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല. അത് കാരണം ഒരു ദിവസം ഞാൻ അടി എന്ന് പറയുമ്പോൾ മോള് തിരിച്ചും പറഞ്ഞു അടി. അപ്പോൾ എനിക്ക് മനസ്സിലായി വയലൻസ് അത്ര അത് ചിലവാകത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരിക്കൽ പോലും ആ മോളെ എനിക്ക് അടിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് സോഹൻ, ആ മോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പോൾ ഐ വോണ്ട് ദാറ്റ് ടോയ് എന്ന് പറഞ്ഞാൽ അപ്പോഴും കൊണ്ട് വാങ്ങിച്ചു കൊടുക്കുന്ന പതിവ് ഞങ്ങൾക്കില്ലായിരുന്നു. ഐ വോണ്ട് ദാറ്റ് ടോയ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ കളിപ്പാട്ടം ഇപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കും. നാളെ ഈ കാര്യം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമല്ലായിരിക്കും, നാളെ ആ പുസ്തകമൊക്കെ എടുത്തൊന്ന് അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു തരാം. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മളിപ്പം മക്ഡൊണാൾഡ്സിൽ ചെന്ന് കഴിഞ്ഞാൽ
നമ്മളൊരു വിൻഡോയിൽ പോയി ഓർഡർ ചെയ്യുന്നു, അടുത്ത വിൻഡോയിൽ പോയി സാധനം വാങ്ങിക്കുന്നു, കഴിക്കുന്നു. കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമുക്ക് അക്ഷമരാണ് നമ്മൾ. ഇവിടെ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വില്ലൻ. ഓരോ കുട്ടികൾക്കും അവർ ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കൊന്നിനെക്കുറിച്ച് ഒരു അപ്രീസിയേഷൻ ഉണ്ടാകത്തില്ല. ഒരു നല്ല ഷൂസ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യു ആർ സപ്പോസ് ടു ബൈ മീ ഷൂസ്, സോ വാട്ട് എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും. ഞാൻ മോളെ വളർത്തിയത്, അല്ല അവിടുത്തെ മിക്ക മാതാപിതാക്കളും വളർത്തുന്നത്, അവർക്കൊരു ഉത്തരവാദിത്വം കൂടി ചെറുതായിട്ട് കൊടുക്കും. നമ്മൾ എന്ത് കൊടുത്താലും അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അവരെ ഉത്തരവാദിത്വമുള്ള പൗരന്മാരായിട്ട് വളർത്തിക്കൊണ്ട് വരേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ എണ്ണുമായിരുന്നു, ബൈ ദ ടൈം ഐ കൗണ്ട് ടു 3 അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എനിക്കറിഞ്ഞൂടെ കേട്ടോ. കൊച്ചായി ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊരു പിടിയില്ല. പക്ഷേ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1, 2 എന്ന് പറയുന്നത് അത് ചെയ്തിരിക്കും. ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു. പക്ഷേ നമുക്കറിയത്തില്ലായിരുന്നു. ടൈം ഔട്ട് കൊടുക്കുന്നോ മൂലയ്ക്കേറ്റി ഇരുന്നോ ഒക്കെ അവരെ സംബന്ധിച്ച് വലിയ പണിഷ്മെൻ്റായിരുന്നു. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലാതാക്കി. പിന്നെ നോൺ വയലൻ്റ് ആളുള്ള പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ട് വയലൻസിലേക്ക് ഒരിക്കലും പോകേണ്ടതായിട്ട് വന്നില്ല. അത് കടുപ്പിച്ച് വർത്താനം പോലും പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. ഐ ആം ഡിസപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ തന്നെ മോളുടെ മുഖമൊക്കെ മാറുമായിരുന്നു. ഇപ്പോഴും 2 കുട്ടികൾ ഇവിടെ വളരുന്നുണ്ട് നമ്മുടെ കൂടെ. അവരെ നമുക്ക് അടിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ അത് അപ്പം തന്നെ സഹായിച്ചു കൊടുക്കുന്നതിന് പകരം ഇത്തിരി വെയിറ്റ് ചെയ്തോ, നമുക്ക് ചെയ്തു തരാം. അപ്പോൾ അവർ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല, മനസ്സിലായി? അപ്പോഴാണല്ലോ കുഴപ്പമുണ്ടാകുന്നത്. എനിക്കിപ്പോൾ ഈ ഫോൺ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഫോൺ കൊണ്ട് കൊടുക്കുകയല്ല. അടുത്ത പരീക്ഷയ്ക്ക് ഇത്ര % മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് ശ്രമിക്കാം, നോക്കാം എന്ന് പറയുമ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ഒരു കഴിവ് കുട്ടിക്കുണ്ടാകും. പക്ഷേ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ഇപ്പോൾ ദേവേട്ടൻ്റെ കുട്ടികളെ നമ്മൾ ഉദാഹരണമാക്കി വച്ചതുകൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ കുട്ടികളെയും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ദേവേട്ടൻ സ്വന്തം കുട്ടികൾക്ക് കൊടുക്കുന്ന ജീവിത സാഹചര്യത്തിലല്ല പ്രത്യേകം കേരളം പോലുള്ള ഒരു സ്ഥലത്തെ ഭൂരിപക്ഷം കുട്ടികളും വളരുന്നത്. കാരണം ഇവിടെ നമുക്ക് ചേരികളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, അവിടെ ജനിച്ചു വളർന്ന ആൾക്കാരുണ്ടാവും, വിവിധ ജീവിത സാഹചര്യങ്ങൾ. നിരന്തരം മദ്യപാനിയായിട്ടുള്ള അച്ഛൻ്റെ മക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ജീവിത സാഹചര്യങ്ങളാണല്ലോ പലപ്പോഴും ഈ കുട്ടികളെ പല രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാ കുട്ടികളെയും ഇതേ രീതിയിൽ നിങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറയാൻ പറ്റുമോ? നല്ല ചോദ്യം. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് പറയുമ്പോഴാണ് ഞാൻ എന്താ തൊഴിൽ ചെയ്തുകൊണ്ടെന്നും കൂടെ സോഹറോട് ഞാൻ പറയണം. എനിക്കൊരു കുട്ടിയല്ല ഉണ്ടായിരുന്നത്, എനിക്കൊരു സമയത്ത് 50 കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ആദ്യം എടുത്ത ജോലി എന്ന് പറയുന്നത് ഐ വാസ് എ സോഷ്യൽ വർക്കർ. അതായത് ചൈൽഡ് വെൽഫെയർ ഏജൻസിയിലെ സോഷ്യൽ വർക്കറായിട്ടാണ് ഞാൻ എൻ്റെ ജോലി തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കേസ് ലോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും കുട്ടികളുണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ഇതിനേക്കാളും വലിയ സ്ലംസും ചേരികളും ഒക്കെ അമേരിക്ക പോലുള്ള രാജ്യത്തും. അപ്പോൾ ആ ഒരു കഴിഞ്ഞ കുറേ വർഷം ഞാൻ ജീവിച്ചത് എൻ്റെ പകുതി ജീവിതം സ്ലമ്മിൽ തന്നെയാണെന്ന് പറയാം. മനസ്സിലായില്ലേ? അവിടെ ആണെങ്കിൽ ഡ്രഗ്സ് ആൻഡ് ഗൺസ് ആൻഡ് സ്റ്റഫ് ഒരു രക്ഷയില്ല. നമ്മുടെ ലാഭപ്പടയുള്ളത് സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു ബാഡ്ജ് മാത്രമാണ്. അതെടുത്ത് കാണിച്ചിട്ടാണ് റേസ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സോഷ്യൽ വർക്കറാണ് അത്തപ്പാടി. അപ്പോൾ വല്ലതും കൊണ്ട് തരും, കുഴപ്പമില്ലെന്ന് കൊണ്ട് ആരും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല. ഒരിക്കൽ മാത്രം അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാടൊക്കെ പോയിക്കാണെങ്കിൽ രക്ഷപ്പെട്ടു. ഈ സ്ലമ്മിൽ തന്നെ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. ഈ 19 കുട്ടികളെ ഒരു മാസം നോക്കിക്കൊണ്ട് വരുന്ന ആളാണ്. അതുകൊണ്ട് ഈ കുട്ടികളെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഞാൻ ഇത്തിരി പാഷനേറ്റ് ആകുന്നുണ്ടോ. അതുകൊണ്ട് അതൊന്നും കാരണം അതാണ്. കാരണം ആളുകൾ ഉപേക്ഷിച്ച കുട്ടികൾ, ആളുകൾ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച കുട്ടികൾ, അതുപോലെ മാതാപിതാക്കളെടുത്ത് ബേക്കിംഗ് അവൻ്റെ അകത്ത് വെച്ച് ബേക്ക് ചെയ്യാൻ നോക്കിയ കുട്ടികൾ, ഇങ്ങനെയുള്ള അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഫാമിലിയിൽ 3ാമത്തെ മോൻ, അവൻ കരച്ചിലോട് കരച്ചിൽ, എന്ത് വന്നാലും കരച്ചിലാണ്, അവൻ ഉറങ്ങത്തില്ല. അവസാനം അമ്മയ്ക്ക് ദേഷ്യം വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇവനെ പിശാച് ബാധിച്ചവനെ, ഇവനെ പിശാചിനെ ഇറക്കണമെങ്കിൽ ഇവനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവർ കോഴിയെ ബേക്ക് ചെയ്യാൻ വേണ്ടി ചൂടാക്കി വെച്ച് തുറന്നെടുത്ത് അവനെ അങ്ങോട്ട് വെച്ചു. അപ്പോൾ തന്നെ അയൽവക്കക്കാരെ വിളിച്ചല്ല, ഹോസ്പിറ്റലിൽ നിന്ന് വിളി വരും, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളപ്പോൾ തന്നെ കുട്ടിയെ ആ വീട്ടിൽ നിന്ന് മാറ്റുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്ത ഒരാളായതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. കുട്ടികളുടെ അടുത്ത് വയലൻസ് ആവശ്യമില്ല, കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യത്തിനും അവർക്കൊരു ഉത്തരവാദിത്തം കൊടുത്താൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഏഷ്യാനെറ്റിലോ മറ്റോ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് അപ്പോൾ തന്നെ ഒരു അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു രക്ഷയില്ല, അനിയത്തിയുടെ മോൻ അച്ഛൻ ഫോൺ വാങ്ങിച്ചു വെച്ചെന്ന് പറഞ്ഞ് അവിടെ മുഴുവൻ അടിച്ചു പൊളിച്ച്, വീട് മുഴുവൻ അടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതിനകത്തുള്ളൊരു അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും ഇപ്പോൾ കൊടുക്കുന്നതാണ് നമ്മുടെ ഒരു ഫാഷൻ. കാരണം എൻ്റെ അച്ഛൻ, അല്ലെ ഞങ്ങളുടെ ആ ഒരു ജനറേഷനിൽ
ഞങ്ങൾ വളരെ ലിമിറ്റഡായിട്ടാണ് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പുസ്തകം വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോഴേ വാങ്ങിച്ചെടുത്തുള്ളായിരുന്നു, ഉടുപ്പ് വാങ്ങിച്ചു തരാൻ പിന്നെ വഴക്ക് പറയും. ഇങ്ങനെ കേട്ട് വളർന്ന അച്ഛന്മാരും അമ്മമാരൊക്കെ എന്താ ചെയ്യുക? അതുകൊണ്ട് എൻ്റെ മകനോ മകൾക്കോ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അവർ ചോദിക്കുന്നതിന് മുമ്പേ കൊണ്ട് കുടഞ്ഞിട്ട് കൊടുക്കുകയാണ്. ആ കുട്ടിക്ക് എന്താ ഉത്തരവാദിത്വം ഉള്ളത്? ആ കുട്ടിക്ക് എന്താ വാല്യൂ ഉള്ളത്? അതിനെക്കുറിച്ച് നമ്മുടെ ഹാർഡ് വർക്കിനെ കുറിച്ച് അവർക്ക് യാതൊരു പിടിയില്ല. അവരുടെ ഏക ജോലി എന്ന് പറഞ്ഞാൽ ചോദിക്കുക, അത് കിട്ടുക എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ നല്ല കുട്ടികൾ, നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ, നല്ല സുന്ദരന്മാർ സുന്ദരികൾ, അവരെ നശിപ്പിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, കുട്ടികളുടെ കയ്യിൽ ഇപ്പോൾ ഫോണുണ്ട്, വാസ്തവമാണ്. എങ്ങനെ ഈ ഫോൺ അവരുടെ കൈ വന്നു? കോവിഡ് എന്ന് പറഞ്ഞ ഒരു മഹാമാരി വന്നപ്പോൾ ഈ ഫോൺ അവരുടെ കൊടുത്തേ പറ്റുമെന്നുള്ള അവസ്ഥയുണ്ടായി. കാരണം അവർക്ക് പഠിക്കാൻ ഫോൺ വേണം. പിന്നെ പുറത്തു പോകാൻ പറ്റാത്തൊരവസരത്തിൽ ബോറടിക്കാതിരിക്കണേ, അച്ഛനും അമ്മയ്ക്ക് ബോറടിക്കാതിരിക്കണ്ടേ, അച്ഛൻ്റെ അമ്മയുടെ കൈ ഫോണായി, കുട്ടികളുടെ ഫോണായി. അപ്പോൾ ഇതൊരു അവകാശമായി മാറി. ആ അവകാശം കൊടുത്തിട്ട് നമ്മൾ പോയിരുന്ന് തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ല അപ്പുറത്ത് ഒരാൾ അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. നമ്മൾ അഡിക്റ്റഡ് ആയിരിക്കുമ്പോൾ എങ്ങനെ ഒരു കുട്ടിയോട് പറയും നീ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ പറ്റും? സോ ദി അഡിക്ഷൻ ദാറ്റ് ഹാപ്പൻഡ്. അതോടൊപ്പം തന്നെ വെളിയിൽ നിന്നുള്ള ഈ സാധനങ്ങളൊക്കെ വയലൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പം എന്താ സംഭവിച്ചത്? മലയാള സിനിമയ്ക്ക് അതിനോട് കമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. വെളിയിലുള്ള അൾട്രാ വയലൻസിനോട് കമ്പീറ്റ് ചെയ്യാൻ മലയാള സിനിമ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് വാസ്തവം. പണ്ടൊക്കെ ഇത്തിരി കുലീനത്വമുള്ള, ഇത്തിരി ആഢ്യത്വമുള്ള ഒരു സിനിമ ഇൻഡസ്ട്രി ആയിരുന്നു മലയാള സിനിമ. നമ്മുടെ ലാലേട്ടനോ മമ്മൂട്ടിയോ ഒരാളെ ഇടിച്ചു കഴിഞ്ഞാൽ അവർക്ക് 4 വട്ടം കറങ്ങി 16 പേരൊന്നും വീഴത്തില്ലായിരുന്നു. നമ്മളൊക്കെ ഇടിച്ച പണ്ട് പ്രേംനസീർ ഇടിച്ചപ്പോൾ വീണിട്ടുണ്ട്. അതൊക്കെ പുള്ളിയൊന്നും ഒഴിച്ചാലൊക്കെയല്ലേ. പക്ഷേ ലാലേട്ടൻ്റെ പേര് ഇടി കൊടുത്താൽ കൊണ്ടായിരുന്നു നമുക്ക് തോന്നും. അതുകൊണ്ട് 2 പേരൊക്കെ വീഴത്തുള്ളൂ, 16 പേരൊന്നും വീഴത്തില്ലായിരുന്നു. അപ്പം മലയാള സിനിമ ഇത്ര നല്ല, എന്താ പറയുക, ഇത്ര ഗംഭീരമായിട്ട്, ഇത്ര നല്ല, എല്ലാവർക്കും കൊതി തോന്നുന്നൊരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം ഇൻഡസ്ട്രി. ഈ മലയാളം ഇൻഡസ്ട്രി നേരെ പോയി തെലുങ്കിനെയും തമിഴിനെയും കോപ്പി അടിച്ചിട്ട് അവരെ പോലെ ആവാൻ നോക്കുന്നു. അപ്പോൾ അവർ നമ്മളെപ്പോലെ ആവാൻ നോക്കുക. ഇപ്പം നല്ല നല്ല സിനിമകൾ ഇപ്പം മറ്റു ഭാഷകളിലുണ്ടാകുന്നു. അവരുടെ ചപ്പും ചവറും എടുത്ത് നമ്മളിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലേ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പറയൂ. ഓക്കെ, തീർച്ചയായിട്ടും ദേവേട്ടൻ എന്തായാലും സിനിമയിലേക്ക് തിരിച്ചു വന്നത് നല്ലതായി. ഞാനിത് എങ്ങനെ സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, നമ്മൾ കൈവിട്ടു പോവാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴും വേറൊന്നും കേട്ടോ, നമ്മുടെ ഈ പറയുന്ന ഈ വയലൻസ് സൊസൈറ്റിയിൽ വർദ്ധിക്കുന്നതിന് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റീസൺസ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗമാണ്. ഇപ്പോഴും നമ്മുടെ ക്യാമ്പസുകളിലും ബാറുകളിലും നമ്മുടെ സ്ട്രീറ്റുകളിലും ഒക്കെ ഈസിലി അവൈലബിൾ ആണ്. ഇനി താങ്കൾ ഇത് ഈസിലി സൊസൈറ്റിയിൽ അവൈലബിൾ ആക്കിയതും സിനിമയാണ് അല്ലെങ്കിൽ സിനിമക്കാരാണെന്ന് പറയൂ? ഇല്ല, ഡ്രഗ്സ് വിൽക്കുന്നതും ഇതിനെ പ്രൊമോട്ട് ചെയ്തതും അതിന്റെ പ്രൊമോട്ടേഴ്സ് എന്നുള്ള ഒരു ക്രെഡിറ്റ് കൂടി സിനിമയ്ക്ക് കൊടുക്കും. അല്ല, സിനിമാക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും, ചില സിനിമാക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും. പക്ഷേ എനിക്ക് ഇത് ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സിനെ അറിയാം. ഇത് ഉപയോഗിക്കാതെ സർജറി നടത്താൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഡോക്ടറെ എനിക്കറിയാം. ഇത് ഉപയോഗിക്കുന്ന കോളേജ് പ്രൊഫസേഴ്സിനെ അറിയാം. ഇത് ഉപയോഗിക്കുന്ന വിവിധ പ്രൊഫഷനിലുള്ള ആൾക്കാരെ എനിക്കറിയാം. ഒരുപാട് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ചുറ്റുപാടും ഉള്ള ആൾക്കാരിൽ തന്നെ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിലെപ്പോഴും എന്തിനാണ് ഈ സിനിമാക്കാരെ മാത്രം കുറ്റം പറയുന്നത്? സിനിമ എന്ന് പറയുന്ന ഈ നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ ഒരു പരിച്ഛേദമല്ലേ? സിനിമ എന്ന് പറയുന്ന ഒരു ബബിളിനകത്ത് നിൽക്കുന്ന സാധനമല്ലല്ലോ. അതെ, ഒരു ലൈറ്റ് ബോയ് മുതൽ സംവിധായകനും ഒക്കെ നമ്മുടെ ചേട്ടനും അനിയനും അറിയാവുന്നവരെല്ലാവരും ആണല്ലോ. അപ്പോൾ അവർ സമൂഹത്തിൻ്റെ ഒരു പാർട്ടാണ് അവർ. അപ്പോൾ അതുകൊണ്ട് സിനിമയാണ് ഡ്രഗ് കൊണ്ട് പ്രചരിപ്പിക്കുന്നതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആ അഭിപ്രായം എനിക്കില്ല. എല്ലാ മേഖലയിലും ഡ്രഗ് ഉണ്ട്, എല്ലാ മേഖലയിലും വയലൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് എന്ന് പറയുന്ന സാധനം വന്നിവിടെ എല്ലാവരുടെയും ഫോൺ കിട്ടി. ഇപ്പം നേരത്തെ വിളിച്ചിട്ട് സുമാര എനിക്ക് 4 എക്സസി കൊണ്ട് തരണം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ എത്ര ശ്രമിച്ചാലും ശരി കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെ കുട്ടികൾക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് നമ്മൾ ഈ ഡാർക്ക് വെബ് ഉപയോഗിക്കാൻ പറഞ്ഞു തരുന്ന സ്കൂൾ കുട്ടികളുണ്ട്, അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വലിയൊരു ഉപകരണം അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ഒട്ടുമിക്ക കൺട്രോളും നമുക്ക് പോയി. അതോടൊപ്പം തന്നെ ഈ വെളിയിൽ നിന്ന് വരുന്ന മീഡിയ അതിന് യാതൊരുവിധ സെൻസർഷിപ്പ് വിടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് കൺട്രോൾ ചെയ്യാൻ മാതാപിതാക്കൾക്ക് ആദ്യമേ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇപ്പോഴും കഴിയുന്നില്ല. ഇതിന് കൺട്രോൾ ഉണ്ടാവണം. ഇപ്പം തന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടം OTTയിൽ കാണിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ മാർക്കോയെക്കാട്ടിലും ഭീകരന്മാരായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നമ്മുടെ ടി വിയിൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ മാർക്കോയെ മാത്രം മാറ്റി നിർത്തി ഒരുപക്ഷെ ഒരു ചിറ്റമ്പ നയം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
നമ്മൾ കൺട്രോൾ ചെയ്യുമ്പം നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്ന എല്ലാ മീഡിയയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഇതെല്ലാം അത്ര കൺട്രോൾ, പക്ഷെ അത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചേട്ടൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. ഇപ്പോൾ തന്നെ ഞാൻ അവിടെ ഒരു മോളെ വളർത്തിയപ്പോൾ ഞാൻ ഒരു പാവം മലയാളി ഇന്ത്യക്കാരനാണല്ലോ. കുഞ്ഞിനെ കൊണ്ട് എവിടെ പോയാലും ശരി നമുക്ക് കാണിക്കാൻ പറ്റാത്ത സീനാണ് മൊത്തം, ഏതാ ബിൽ ബോർഡിലും അല്ലാത്തടത്തും ഒക്കെ. അപ്പോൾ വിചാരിക്കും ഈശ്വര എങ്ങനെ ഒരു കൊച്ചിനെ വളർത്തും അമേരിക്കയിൽ, കാരണം ആളുകൾ സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന തന്നെ പരസ്യമായിട്ട് ചുംബനങ്ങളും കെട്ടിപ്പിടികളും കാര്യങ്ങളും, പിന്നെ ബിൽ ബോർഡിലൊക്കെ അല്പമാത്രധാരികളായ ആളുകളും ആണും പെണ്ണും ബീച്ചിലൊക്കെ ചെന്ന് ഇതൊക്കെ എങ്ങനെ പറ്റും, ഈ കൊച്ചിനെ ഞാൻ എങ്ങനെ ഇവിടെ വളർത്തും, തിരിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ. ഇതൊന്നും നമുക്ക് സമൂഹത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മളെയും നമ്മൾ വളർത്തുന്ന കുട്ടികളെയുമാണ്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് അങ്ങനെ ഓരോ മനുഷ്യരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി സമൂഹം നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ? നമ്മൾ തന്നെയല്ലേ സമൂഹത്തിന്റെ ഭാഗം തന്നെയല്ലേ നമ്മളൊക്കെ? അല്ല, ഞാൻ അനുഭവത്തിലൂടെ പഠിച്ചൊരു കാര്യമാണ് അത്. നമുക്ക് ഇവരെല്ലാം എൻ്റെ മോളെ കൊണ്ട് പോവാം, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, എൻ്റെ മോളെ കൊണ്ട് പോവാം, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? സായിപ്പ് അപ്പം തന്നെ വണ്ടി വിട്ടോളം പറയില്ലേ? അപ്പം പിന്നെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, സമൂഹത്തിൽ ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും. നമുക്ക് മാറ്റാൻ കഴിയുന്നതും മാറാൻ കഴിയുന്നതും നമുക്ക് സ്വയവും നമ്മുടെ കുട്ടികളെയുമാണ്. നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക, നമ്മുടെ ചില നല്ല വാല്യൂസ് ഉണ്ട് അത് പറഞ്ഞു കൊടുക്കുക, അതാണ് ചീത്ത, ഇതാണ് ഗുണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒന്ന് ഉടച്ചു വാർത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളെ കുറച്ചുകൂടി ഒരു വിവേചന അറിവുള്ള അങ്ങനത്തെ കുട്ടികളാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പോഴേ എന്താണ് ഉപയോഗിക്കേണ്ടത് ഓരോന്നും. ഇപ്പോൾ MDMA കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടി ഒരുപക്ഷേ MDMAയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അത്ര അവെയർ ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു ബോധവൽക്കരണം ഈ പറഞ്ഞ ഇപ്പോൾ US വളരെ കോമൺ ആയിട്ടുള്ള, ഇപ്പോൾ ദേവേട്ടൻ ഉൾപ്പെടെ വർക്ക് ചെയ്തിരുന്ന ഈ സോഷ്യൽ വർക്കേഴ്സ് എന്നുള്ളതുപോലെ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള സോഷ്യൽ വർക്കേഴ്സും കുറവാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഈ പലരുടെയും അറിവില്ലായ്മ കൊണ്ട് കൂടിയാണെന്ന് തോന്നുന്നു ഈ കൂടുതൽ ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ കൂടുതൽ വ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ വളരെ ദുഃഖത്തോടു കൂടി ചിന്തിച്ചിട്ടുണ്ട്. ഇത്രയധികം കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇത്ര ഒരു വലിയ സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോഴും ഈ ചൈൽഡ് വെൽഫെയർ ഏജൻസികളില്ല. ഒരു ചൈൽഡ് ലൈൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഈ അടുത്ത കാലത്താണ് വന്നത്. പക്ഷേ ഈ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളെ, ആക്രമിക്കപ്പെടുന്ന കുട്ടികളെ, അവരെ വേറെ എൻവയോൺമെൻറ്റിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനം നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഏജൻസിയെക്കുറിച്ച് ഇതൊരു ആലോചന പോലും ഉണ്ടായിട്ടില്ല ഗവൺമെൻറ് തലത്തിൽ. അപ്പോൾ ഈ ചൈൽഡ് വെൽഫെയർ ഏജൻസി എവിടെ? ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങോട്ട് ഓടിപ്പോകും എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അതൊന്നാമത്തെ കാര്യം. മാത്രമല്ല നമുക്കിപ്പോഴ് നമ്മളുടെ ഇവിടെ ഒരു 12ാം ക്ലാസ് പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് പോലും ചിലപ്പോൾ നീന്താൻ അറിയില്ലായിരിക്കും. അത് നമ്മുടെ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമേ അല്ല ഇത്തരം കാര്യങ്ങളൊന്നും. ഇത്രയധികം കുളങ്ങളും തോടുകളും അല്ലേ ഇപ്പം. പിന്നെ നമ്മൾ ബാക്കി ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ നിങ്ങളൊരു കുളത്തിൽ വീണാൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമ്മൾ പഠിക്കില്ല, നീന്തോളജി നമ്മളെ പഠിപ്പിക്കില്ല. ബാക്കി സുവോളജി, എല്ലാ ഓളജി ഉണ്ടെങ്കിലും നീന്തോളജി പഠിപ്പിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമല്ലേ? സത്യം പറഞ്ഞാൽ വർത്തമാനപത്രം വായിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. മുങ്ങി മരിച്ചു, കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു, മെഡിക്കൽ സ്റ്റുഡൻസ് മുങ്ങി മരിക്കുന്നു എന്ന് വേണ്ട എത്ര ബുദ്ധിയുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചു. പക്ഷേ അവർ വെള്ളം കാണുമ്പം എടുത്തു ചാടുന്നവർ മുങ്ങി മരിക്കുന്നു. ബേസിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്കില്ലാണ്, നമ്മളതുപോലും പഠിപ്പിക്കുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഈ സാധാരണ പണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇത്തിരി കള്ള് കിട്ടുമായിരുന്നു, അത് കഴിഞ്ഞ് പട്ടച്ചാരായം കിട്ടുമായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ കഞ്ചാവ് വലിക്കായിരുന്നു. ഇപ്പോൾ അതല്ല MDMA എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പോൾ ഈ MDMA എന്ന് നമ്മളൊരു പേരിട്ടങ്ങ് വിളിക്കുന്നേ ഉള്ളൂ. എന്ത് പണ്ടാരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു പിടിപാടുമില്ല. കാരണം ഇത് ലാബിലുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത് ആർക്കും എങ്ങനെ ഉണ്ടാക്കാം? ഇതൊരു പ്രത്യേക ലാബിൽ ഇങ്ങനെ ക്വാളിറ്റി കൺട്രോൾ ചെയ്തുണ്ടാക്കുന്ന സാധനമല്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേ കിക്ക് കിട്ടിയില്ലെങ്കിൽ ആ ബ്രാൻഡ് പിന്നെ ആളുകൾ വാങ്ങിക്കാതാവും. അപ്പോൾ അവർ കുറച്ചുകൂടെ അതിൻ്റെ പവർ കൂട്ടി കൊണ്ടുവരും. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ ഇതിൻ്റെ ചേർക്കുന്നത്? ഇതിൻ്റെ അകത്ത് കൊക്കൈൻ ചേർക്കുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് മറ്റേ കൊക്കൈൻ ഇതിനേക്കാളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതെ, വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയാം, നമ്മളിപ്പോൾ സർക്കാർ വക ബെവറേജിൽ പോയി ഒരു കുപ്പി വോഡ്ക വാങ്ങിച്ചാൽ നമുക്ക് അത്യാവശ്യം നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സംഭവം എന്നുള്ളത്. പക്ഷേ നമ്മളൊരു കള്ളവാറ്റ് കേന്ദ്രത്തിൽ പോയി നമ്മൾ ഒരു കുപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ എഫക്റ്റ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പെട്ടെന്ന് കിക്കാവേണ്ട ആളുകൾ അത് തന്നെ ഒറ്റയടിക്ക് വാങ്ങിച്ചത് കിക്കാവാൻ നോക്കും. ചില സമയത്ത് കുഴപ്പമുണ്ടായിട്ട് ഒരു 100-200 പേരെങ്കിലും മരിക്കുകയും ചെയ്യും. കാരണം ഇത് യാതൊരു ലൈസൻസിങ്ങും ഇല്ലാതെ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതാണ് ഈ MDMA എന്ന് പറയുന്ന ഈ സാധനം. MDMA ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇറ്റ് കുഡ് ബി എ കോക്ടെയിൽ ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ്. ഇതിനകത്ത് എന്തും ആകാം. അപ്പോൾ ഒരു വലിയ ദുരന്തം സംഭവിച്ചിട്ട് മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങി ചെല്ലൂ എന്ന് പറയുന്നത് അത് അത് അത്
നമ്മുടെ വിവേകമില്ലായ്മയാണ്. നമ്മളിതിൻ്റെ എന്താ പറയുക, ഇത് പോലീസിൻ്റെ മാത്രം ജോലിയല്ല ഇത്. നമ്മളുടെ കുട്ടികളുടെ ഭാവവ്യത്യാസവും അവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളും അത് കാണാനുള്ള ഏറ്റവും വലിയ അവസരം നമുക്കാണുള്ളത്, മാതാപിതാക്കൾക്കുള്ളത്, ടീച്ചേഴ്സിനുണ്ട്. അപ്പോൾ അവരത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ, മക്കളുടെ കാര്യത്തിൽ നിന്ന് വ്യത്യാസമുണ്ടെന്ന് നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അതിനുള്ള സൂചനകൾ കൊടുക്കാൻ പറ്റും. ഇനി ഒരു മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ. പിന്നെ എന്തിനാ എന്നോട് സിനിമയെക്കുറിച്ച് ചോദിച്ചേ? അതിൽ നമ്മളിപ്പോൾ സിനിമയുടെ മനഃശാസ്ത്രവും നമ്മുടെ വിഷയമാണല്ലോ. സിനിമ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനവും ഒക്കെ. ഇപ്പോൾ ഇത്തരം പ്രവണതകൾ, ഇപ്പോൾ സമൂഹത്തിൽ ഡ്രഗ്സിൻ്റെ വ്യാപനം കൂടുന്നു, വയലൻസ് കൂടുന്നു, ഇതിനൊക്കെ ഇപ്പോൾ ദേവേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ പൂർണ്ണമായും ഇതിനൊന്നും സിനിമയല്ല കാരണമെന്ന് തന്നെയാണ് ഇപ്പോൾ ദേവേട്ടനും സമ്മതിക്കുന്നത്. കാരണം എന്ന് ഞാൻ സമ്മതിച്ചില്ല, സിനിമയും ഒരു കാരണമാണെന്ന്. വൺ ഓഫ് ദി റീസൺസ് എന്നേ പറയാം. ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദി ചെറിയ റീസൺസിൽ വൺ ഓഫ് ദി റീസൺസ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. സോഷ്യൽ മീഡിയ ഉണ്ട്, സിനിമയെക്കാളും ശക്തമാണ് സോഷ്യൽ മീഡിയ. പക്ഷേ എൻ്റെ പ്രധാന ചോദ്യം ഇപ്പം മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കേണ്ടത് സമൂഹത്തിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്. ഇതിനെല്ലാം പൂർണ്ണമായ ഉത്തരവാദി സിനിമയും സിനിമാക്കാരുമാണ് എന്നു പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അവരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ അവരുടെ ഈ പാസിംഗ് ദ ബക്ക് എന്ന് പറയാം, അതായത് എന്തെങ്കിലും ഉത്തരവാദിത്തം എടുത്ത് വേറൊരാളെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിയുമല്ലോ. അതായത് കൊച്ചു പിള്ളേരാണോ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ? ഉറപ്പായിട്ടും. അതെ, കൊച്ചു പിള്ളേർ നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം കണ്ട് സാറ് നടന്നു വരുന്നത് പറയും, ഞാനല്ല അവനാന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നത് സിനിമയുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടിട്ട് ഇത് ഞങ്ങളല്ല, ഇതെല്ലാം സിനിമയാണ് ചെയ്തത് എന്ന് പറഞ്ഞ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ എടുക്കേണ്ട ആക്ഷൻസിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു സൂത്രപ്പണിയായിട്ടാണോ ഈ സിനിമയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? അതിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നത്, പെട്ടെന്ന് കാണുന്നതും ഇതൊരു ദൃശ്യമാധ്യമമല്ലേ, അതിലൂടെ കാണിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷേ രാഷ്ട്രീയക്കാരൻ പറയുന്ന എല്ലാവരുടെയും ചെവിയിൽ എത്തണമെന്നില്ല. ഇവിടുത്തെ ഒരു 4 പക്ഷേ എൻ്റെ ചോദ്യം ഈ രാഷ്ട്രീയക്കാർ പറയുന്നതിനെ കുറിച്ചാണ്. രാഷ്ട്രീയക്കാർക്ക് അത് പറയാനുള്ള യാതൊരുവിധ അവകാശമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ നാട് ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. ഇവിടുത്തെ ഒരു 4 പാർട്ടികൾ വിചാരിച്ചു കഴിഞ്ഞാൽ, 4 നേതാക്കന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പ്രശ്നം ഒരു 6 മാസം കൊണ്ട് എത്തിരും. കാരണം ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലും ശുപാർശയ്ക്ക് വിളിക്കരുത്, അത് പോലീസ് കൈകാര്യം ചെയ്തോളും എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഡ്രഗ് ഇടപെടുവായിട്ടിറങ്ങാൻ ആളുകൾ നന്നായിട്ട് മടിക്കും. കാരണം ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ ആളില്ല എന്ന് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളുടെ ഗതി പെട്ടെന്നൊന്ന് മാറും. അതുപോലെ സ്കൂളുകളിലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പഠിപ്പിക്കുക ഡോക്ടറൊക്കെ എഞ്ചിനീയറാക്കുക ഇത് തന്നെ നമ്മുടെ ഒരു ഈ പഠിക്കുന്ന മെഷീനുകളാക്കി കുട്ടികളെ മാറ്റുന്നു. അവർക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള അവസരമില്ല എന്നുള്ളതാണ് വാസ്തവം. എത്രയോ ആയിരങ്ങൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കളിക്കാനുള്ള എത്ര കോർട്ടുണ്ട്, എത്ര ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്, എത്ര വോളിബോൾ കോർട്ടുണ്ട്, എത്ര ഷട്ടിൽ കോർട്ടുണ്ട്, എത്ര സ്വിമ്മിംഗ് പൂളുണ്ട്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കായിക വിനോദത്തുള്ള എന്തെങ്കിലും സംവിധാനം സ്കൂളുകാർ ഒരുക്കുന്നുണ്ടോ? പാശ്ചാത്യ നാടുകളിൽ തണുപ്പുള്ള പ്രദേശത്ത് അവിടെ ഇടുന്ന വൂളൻ വസ്ത്രങ്ങൾ ഇവിടെ യൂണിഫോമായിട്ട് അങ്ങ് ഇടിക്കുകയാണ് കുട്ടികളെ. അതിട്ടുകൊണ്ട് വെയിലത്തൂടെ എൻ്റെ മോളെ നടന്നു വന്നു കഴിഞ്ഞിട്ട് ആ കുട്ടി വിയർത്ത് കുളിച്ച് വല്ലാതാണ് വരുന്നത്. നമുക്ക് പറ്റിയ കോട്ടൺ തുണികളും നമുക്ക് പറ്റുന്ന വസ്ത്രധാരണവും പറ്റാമല്ലോ, അതിന് പകരം ഷൂസും ഇവിടെ മുട്ടിൻ്റെ മുകളിൽ വരെ എത്തുന്ന സോക്സും പിന്നെ മുകളിലൊരു ജാക്കറ്റും പിന്നെ ഒരു ടൈയും ഒക്കെ ഇട്ട് ഈ കൊച്ചിനെ സൗനയ്ക്കകത്ത് വെച്ച് വല്ല വേവിച്ചെടുത്താണ് വീട്ടിലേക്ക് വിടുന്നത്. നമുക്ക് പറ്റിയ സംഗതി അല്ലത്. അതുപോലെ പഠിപ്പിക്കാനും റാങ്ക് വാങ്ങിക്കാനും ഉത്സാഹം കാണിക്കുന്ന സ്കൂളുകാർ എന്തുകൊണ്ട് കുട്ടികളുടെ കായിക വിനോദത്തിനും അവരുടെ കലാവാസനയ്ക്കും അത് പ്രകടിപ്പിക്കാൻ അവസരം കൊടുക്കാനുള്ള കാര്യങ്ങൾ സ്കൂളിൽ എന്തുമാത്രം നടക്കുന്നത് പേരിന് മാത്രം ചെയ്യും. കാരണം അവസാനം എല്ലാവരും നോക്കുന്നത് എത്ര റാങ്ക് ഹോൾഡേഴ്സ് ആ സ്കൂളിൽ നിന്ന് ഉണ്ടായെന്നുള്ളതാണ്, എത്ര നല്ല പൗരന്മാരോ ഉണ്ടായെന്നുള്ളത്. അതിന് കണക്കില്ലല്ലോ സോഹൻ. എല്ലാവർക്കും വേണ്ടത് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് കിട്ടിയ ആദ്യത്തെ അവരുടെ പടം പത്രത്തിലും വരും, അവർ കൊടുക്കും, അവർ പൈസ കൊടുത്ത് അത് പത്രത്തിൽ ഇടിക്കുകയും ചെയ്യും. പക്ഷേ കുട്ടികൾക്ക് ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാംസ് വേണം, കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനുള്ള കാര്യങ്ങൾ വേണം. കാരണം പല ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ വന്നു കഴിഞ്ഞാലും അതിനുള്ള സ്ഥലങ്ങളില്ല. ഒരു പഞ്ചായത്തിൽ എത്ര കളിസ്ഥലങ്ങളുണ്ട്. ഒരു നേരത്തെയാണെങ്കിൽ വായനശാല ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാതും പൂട്ടിപ്പോയി. ഇങ്ങനെ യുവാക്കൾക്ക് അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് ഒന്ന് മനസ്സ് തുറന്ന് കളിക്കാനും പുസ്തകം വായിക്കാനുമുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം.
ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഫോൺ താഴെ വെക്കും. അപ്പോൾ നമുക്ക് കളിക്കാം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, സോവൻ കൊച്ചനാണ്, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് കളിക്കാൻ പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ലായിരുന്നു. 2 മാവും 2 പ്ലാവും ഉണ്ട്, അതിൻ്റെ മണ്ടേ കയറിയാണ് സംഭവം ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ ആ മാവും പ്ലാവും ഒന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ നഗരത്തിൽ താമസിക്കുന്ന ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഇവിടെയാണ് മാവും പ്ലാവും ഇരിക്കുന്നത്. ഓടി നടക്കാൻ നമുക്ക് തൊടികളില്ലല്ലോ, വലിച്ചുകൊണ്ട് നടക്കാൻ നമുക്കൊരു ഒരു ഓലക്കീറില്ലല്ലോ, ഒരു പമ്പരമില്ലല്ലോ. അപ്പോൾ അതിനെല്ലാം പകരം നമ്മൾ ഈ കുട്ടികളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത ഈ ഫോണാണ്. എന്നിട്ട് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സോ കുട്ടികൾക്കുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക, എന്നിട്ട് അവരെ കുറ്റം പറയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ ഞാൻ തയ്യാറില്ല. നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ സൗകര്യങ്ങൾ അത് നമ്മളെല്ലാത്തിനും പകരമായിട്ട് ആൻസറായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഫോണാണ്. കുഞ്ഞുങ്ങൾ കുറ്റം പറയില്ല, അപ്പോഴും സിനിമയെ കുറ്റം പറയും. ഓക്കെ ദേവേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ദേവേട്ടനോട് സംസാരിക്കണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സംസാരിക്കാനുണ്ട് എന്ന് തോന്നുന്നു. മറ്റൊരു അവസരത്തിൽ നമ്മൾ ഇതേപോലെ വീണ്ടും ഇരിക്കും എന്ന പ്രതീക്ഷയോടെ ചോദിച്ചാൽ പറയും. അതെ. വയലൻസിനെ കേവലമായി ചരക്കുവത്കരിക്കുന്ന, ആനന്ദത്തിൻ്റെ ഹേതുവും ഉപാധിയും അതുതന്നെ എന്ന രീതിയിൽ വ്യവഹരിക്കപ്പെടുന്ന ആവിഷ്കാരങ്ങൾ വിമർശന വിധേയമാക്കേണ്ടത് തന്നെയാണ്. അപ്പോഴും അത്തരം ആഖ്യാനങ്ങൾക്ക് രസനീയത നൽകുന്ന ഒരു സാമൂഹിക സംവേദന വ്യവസ്ഥ അല്ലെങ്കിൽ അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. സിനിമയിലെ വയലൻസും കോമഡിയും ഒന്നുമല്ല. നമ്മൾ ഒരിക്കൽ പറഞ്ഞ് നമ്മൾ തിയേറ്ററിൽ കുടുകുടാ ചിരിപ്പിച്ച ഒരു കോമഡി അടുത്ത സിനിമയിൽ റിപ്പീറ്റ് ചെയ്ത് ആരും ചിരിക്കില്ല. അതേപോലെ ചേട്ടൻ ആദ്യം പറഞ്ഞല്ലോ കുത്തി 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 കുത്തിക്കൊന്നു എന്ന് പറയേണ്ടി വരുന്നതിന് കാരണം ഒരിക്കൽ കുത്തുന്നത് പല സിനിമകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞു. അപ്പോൾ 2-3 പ്രാവശ്യം കുത്തുന്നതും ഒക്കെ കേട്ട് കഴിഞ്ഞു. അപ്പോഴതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഈ ഇമോഷൻ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെ പറയും? കുത്തി 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 കുത്തെന്ന് പറയും. വേ വിൽ യു ടേക്ക് ഇറ്റ് നെക്സ്റ്റ് ടൈം? ഞാൻ പറഞ്ഞു വന്ന ഈ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ വയലൻസും ബ്ലഡും അരുതാഴികളെ കണ്ട് ഇതൊക്കെ നമ്മളിപ്പം ഞെട്ടലില്ലാത്ത ഒരു സമൂഹം ഇവിടെ വന്നിരിക്കുക. ഞെട്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെയാണ് നമ്മൾ പിന്നെ നോട്ടീസിലിരിക്കുന്നത് ഇക്കിളിപ്പെടുത്തുന്ന പ്രേമരംഗങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന സംഘട്ടന രംഗങ്ങൾ. ഇപ്പം ഇക്കിളിപ്പെടുത്തലും ഇല്ല, ഞെട്ടലും ഇല്ല. കാരണം ഇത് കണ്ട് മനുഷ്യ മനസ്സുകളിൽ ഇതെല്ലാം ഒരുമാതിരി കണ്ടോ. പണ്ടാണെങ്കിൽ കണ്ട് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ കണ്ടെന്ന് പറയുന്നത്. കാരണം നമ്മൾ പണ്ട് കണ്ടല്ലേ, ഇപ്പൊ കണ്ടല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഡീസെൻസിറ്റൈസ്ഡ് ആയി പോകുന്നു. ഒരു അക്രമം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ 16 പേര് മരിച്ചു, 16 പേര് മരിച്ചു, അവനെ വെട്ടിക്കൊന്നു, പിന്നെ കഴുത്തറുത്ത് കൊന്നു. പണ്ടൊക്കെയാണെങ്കിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്നു, ഭാര്യ ഭർത്താവിന് കഷായം കൊടുത്തു കൊന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഓ മൈ ഗോഡ്. ഇപ്പോൾ ആ പ്രശ്നം അങ്ങ് മാറി. കാരണം ഇത് കേട്ടും കണ്ടും ആ പ്രശ്നം അങ്ങ് നമ്മളങ്ങ് ഡീസെൻസിറ്റൈസ്ഡ് ആയി പോകും. അതാണ് സാർ ഇതിൻ്റെ അതൊരു പ്രശ്നം. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കരുതെന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ.